കുട്ടനോട് ഇനിയെന്ത് പറയും എന്നൊരു അങ്കലാപ്പായിരുന്നു. ഒരാഴ്ചയോളം ഒന്നും മിണ്ടിയില്ല. രാജേട്ടനെ വിളിച്ചു കരഞ്ഞു. നീ ആരോടും ഒന്നും പറയേണ്ട, വീട്ടിലേക്ക് വിളിച്ച് താൻ പറഞ്ഞോളാം എന്ന് സമാധാനിപ്പിച്ചു. എങ്കിലും കൂടെ നിൽക്കാൻ ആളില്ലല്ലോ എന്നതായിരുന്നു ഏറ്റവും വലിയ വിഷമം. പതിയെ പതിയെ എങ്ങനെയൊക്കെയോ മോനും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു തുടങ്ങി. അനിയത്തി ഫോൺ വിളിച്ചു കാര്യങ്ങൾ ഒക്കെ തിരക്കി. അവളോട് മനസ്സിലെ ആശങ്കകളും പേടിയും പറഞ്ഞപ്പോൾ, ചേച്ചി എന്തിനാ ഇങ്ങനെ ഭയക്കുന്നേ, ഇത് ഇത്തിരി ലേറ്റ് ആയി പോയി എന്നല്ലേയുള്ളൂ. കുട്ടനോട് ഞങ്ങൾ സംസാരിക്കാം, രാജേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അവനോട് ചേട്ടൻ പറഞ്ഞോളും കാര്യങ്ങൾ. അവന് ചിലപ്പോൾ സന്തോഷമായിരിക്കും. പക്ഷേ അവളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അമ്മയുടെ ഗർഭവിശേഷം അവനിൽ ഒരു പൊട്ടിത്തെറി ആയിരുന്നു ഉണ്ടാക്കിയത്. ഞാനിനി എന്റെ ഫ്രണ്ട്സിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്ക് വയ്യ ഇനി കോളേജിൽ പോകാൻ. അവന്റെ ഉറക്കെയുള്ള സംസാരം കേട്ട് മുറിക്കുള്ളിൽ ഉരുകിയൊലിച്ചു നിന്നു. നിരാശയോടെ മുറിയിലേക്ക് വന്ന അനിയത്തിയുടെ കൈയിൽ മുറുകെ പിടിച്ചു ശബ്ദം അടക്കിയാണ് അവൾ പറഞ്ഞത്, വേണ്ട മോളെ, ഇത് വേണ്ട. എന്റെ കുഞ്ഞിന് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഞാനില്ല, എനിക്ക് അവൻ മാത്രം മതി. അവൾ പറഞ്ഞത്, ഇനിയിപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു. ഇത് അവിഹിത ഗർഭമൊന്നുമല്ലല്ലോ ചേച്ചി, ഇത്ര നാണക്കേട് തോന്നാൻ. കുറച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാകും, നോക്കിക്കോ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഓരോരുത്തർ കൊതിക്കുന്നു. ആ വാക്കുകൾ വല്ലാത്തൊരു ആത്മവിശ്വാസം ആണ് തന്നിലുണ്ടാക്കിയത്. അതേ, ഇത് എന്റെ കുട്ടന്റെ ചോര തന്നെയല്ലേ. ഒരനിയത്തിക്കുട്ടി ഉണ്ടാകുമ്പോൾ പഴയ ആ സന്തോഷം അവൻ തിരിച്ചു കൊടുക്കണം. പക്ഷേ അവൻ ഒരു പ്രതിഷേധം പോലെ ബുക്കും ഡ്രസ്സുമെല്ലാം എടുത്ത് ഏതോ ഒരു കൂട്ടുകാരന്റെ വീട്ടിലേക്ക് താമസം മാറി. അവൻ സമാധാനത്തോടെ പഠിക്കാനാണത്രേ. തനിക്ക് കൂട്ടായി അമ്മയും പിന്നെ രാജേട്ടന്റെ ഫോൺ കാളുകളും മാത്രമായി. ഇടയ്ക്ക് കുട്ടൻ എന്തൊക്കെയോ എടുക്കാൻ വരുന്നത് അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവന്റെ മുന്നിൽ കഴിയുന്നതും ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു. പ്രസവം കഴിഞ്ഞതും ഒരു അനിയത്തി വാവ ഉണ്ടായതും എല്ലാം അറിഞ്ഞിട്ടും ഒന്ന് കാണാൻ അവൻ വന്നില്ല. അനിയത്തി കുഞ്ഞിന്റെ ഫോട്ടോ എടുത്ത് രാജേട്ടനും കുട്ടന്റെ ഫോണിലേക്കും അയച്ചു കൊടുക്കുന്നത് നോക്കിയിരുന്നു. കുട്ടന്റെ അതേ നെറ്റിയും മൂക്കും. അമ്മയും സന്തോഷത്തോടെയാണ് പറഞ്ഞത്. മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ക്ഷീണിച്ചു കൈയിൽ വലിയൊരു ബാഗുമൊക്കെയായി അവൻ കയറി വന്നു. തന്റെ കുട്ടന്റെ മുഖത്തെ ക്ഷീണം അവളെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അടുത്തു ചെന്ന് പഴയ ആ സ്വാതന്ത്ര്യത്തോടെ അവന്റെ മുടിയിഴകൾ മാടിയൊതുക്കി ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാൻ തന്നിലെ അമ്മ മനസ്സ് വല്ലാതെ കൊതിച്ചിട്ടും അവൾ അടക്കിപ്പിടിച്ചു. അന്ന് അവനിഷ്ടപ്പെട്ട ചോറും കറികളും പലഹാരങ്ങളും ഒക്കെ ഉത്സാഹത്തോടെ ഉണ്ടാക്കി മേശപ്പുറത്തു നിരത്തിവെച്ചു. വഴക്കും പിണക്കവും മറന്ന് അവന്റെ മുറിയിലേക്ക് ചെന്നു കഴിക്കാൻ വിളിച്ചു. പക്ഷേ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ ബുക്കിന്റെ താളുകൾ മറിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴോ അവൻ ആഹാരം കഴിക്കാൻ വരുന്നതും പോകുന്നതുമെല്ലാം അവൾ മറഞ്ഞുനിന്നു കണ്ടു. ചിലപ്പോൾ ഹാളിലെ ടൈൽസ് തറയിൽ ഒരു പായയിൽ കുഞ്ഞിനെ കിടത്തി കളിപ്പിക്കുമ്പോഴാവും കുട്ടൻ കയറി വരുന്നത്. അവളപ്പോൾ അവനെ നോക്കി അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയോ